ബി.ജെ.പി. ഭരണത്തിൽ രാജ്യം കടുത്ത പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുമ്പോഴാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കേന്ദ്രം വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുന്നത്. ഇപ്പോഴിതാ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കടുത്ത എതിർപ്പുകൾ ഉയർത്തിയ കേരളം RSS അജണ്ടയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തോട് കടുത്ത എതിർപ്പുമായി മാറി നിൽക്കുകയായിരുന്നു ഇതുവരെ. 3 വർഷമായി കേരളം തുടരുന്ന എതിർപ്പ് മാറ്റിവെച്ചാണ് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ്, ചുരുക്കത്തിൽ PM-ശ്രീ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. പദ്ധതിയിൽ ചേർന്നാൽ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരും എന്നതായിരുന്നു കേരളമടക്കം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച കാര്യം. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ പദ്ധതിക്ക് കൈ കൊടുക്കില്ല എന്നായിരുന്നു കേരളം പറഞ്ഞിരുന്നത്. സത്യത്തിൽ സംഭവിച്ചത് എന്താ? ഒരു മഹാ അടിയറവല്ലേ ഇത്? ബി.ജെ.പി. RSSന്റെ കാൽച്ചുവട്ടിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തളച്ചിടാൻ വഴിയൊരുക്കുന്ന ഒരു തീരുമാനം ആണ് ഇത് എന്ന് വേണം കരുതാൻ. ബി.ജെ.പി. അധികാരത്തിൽ കയറിയത് മുതൽ ബി.ജെ.പി. ഭരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഇന്ത്യൻ ചരിത്രം മായ്ച്ചു കളഞ്ഞ പകരം RSS ഉൾപ്പെടുന്ന സംഘപരിവാർ പേരുകൾ എഴുതി ചേർത്ത് ഹിന്ദുവൽക്കരണം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങളിലൊട്ടാകെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന തീരുമാനത്തിനെ ശക്തിയുക്തം എതിർക്കുന്ന സംസ്ഥാനങ്ങളായിരുന്നു കേരളവും തമിഴ്നാടും ബംഗാളും ആന്ധ്രയുമൊക്കെ. കേരളത്തിൽ CPM വലിയ തോതിൽ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ തുറന്നെതിർക്കുന്ന നയമായിരുന്നു കേരളത്തിൽ CPM നയിക്കുന്ന സർക്കാർ സ്വീകരിച്ചു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു ഡൽഹി യാത്രയും കൂടിക്കാഴ്ചയും കഴിഞ്ഞെത്തിയ പിണറായി വിജയൻ മലക്കം മറിഞ്ഞ് കേന്ദ്രത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. PM-ശ്രീ വിദ്യാഭ്യാസ പദ്ധതിക്ക് കീഴിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കൊണ്ടെത്തിച്ചു. കേരള വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിൽ തന്നെ മികവുറ്റതാണ് എന്ന് കരുതിയെടുത്താണ് ആ സമ്പ്രദായത്തെ നശിപ്പിക്കാൻ RSSന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നത്. ഈ പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്കൂളിന് മുന്നിൽ മോദിയുടെ ഫോട്ടോയും PM-ശ്രീ അണ്ടർ സ്കൂൾ എന്നിവയും രേഖപ്പെടുത്തണം. പിന്നെ പതുക്കെ സിലബസുകൾ മാറി പുസ്തകങ്ങളിൽ RSSനെ കുറിച്ചും ഗോഡ്സെ രാജ്യത്തിൻ്റെ അഭിമാനമെന്നും സവർക്കർ ഇന്ത്യയുടെ പിതാവെന്നും വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടി വരുന്ന ദാരുണ അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം അധപ്പതിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റുമെന്നാണ് CPI അടക്കമുള്ള പാർട്ടികൾ പറയുന്നത്. മന്ത്രിസഭാ യോഗത്തിലോ LDFിലോ ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതുകൊണ്ട് തന്നെ CPIയിൽ നിന്നും കടുത്ത എതിർപ്പാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉയർന്നു കേൾക്കുന്നത്. ഒക്ടോബർ 10 മുഖ്യമന്ത്രി ഡൽഹിക്ക് യാത്രയായത്. അവിടെ നീണ്ട ചർച്ചകൾ നടന്നു. മുഖ്യമന്ത്രി പിണറായിയുടെ ഡൽഹി യാത്രയ്ക്ക് ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതായത് പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസിന് പിന്നാലെ വന്ന മകൾ വീണ വിജയൻ്റെ എക്സാലോജിക്ക് കേസും ഇപ്പോൾ മകൻ്റെ പേരിൽ ഉയർന്നു വന്ന ED സമൻസും അടക്കം പിണറായി വിജയനെ അടിമുടി പൂട്ടാൻ കേന്ദ്രം കൊണ്ടുവരുന്ന കെണികളിൽ ഒരച്ഛനെന്ന നിലയിൽ BJPക്ക് വശം വിധേയനാകുന്ന അവസ്ഥയിൽ എത്തി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. BJP CPM രഹസ്യ ബാന്ധവമുണ്ട് എന്ന് ആവർത്തിച്ചു പറഞ്ഞ കോൺഗ്രസിൻ്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. PM-ശ്രീയുടെ ഭാഗമായാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി മാറുകയും 60:40 എന്ന സമവാക്യത്തിലാണ് ഓരോ ബ്ലോക്കിനും ഒരു സ്കൂൾ എന്ന നിലയിൽ ഫണ്ട് അനുവദിക്കുക. അതിൽ 40% സംസ്ഥാനം പണം മുടക്കുന്ന കേരളം എന്തിന് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും PM-ശ്രീ എന്ന ബോർഡും വെക്കണമെന്നാണ് ഉയരുന്ന ചോദ്യം. CPI ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടുത്ത എതിർപ്പുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം അസംബ്ലി തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെയാണ് ഈ തീരുമാനം എന്നതും പ്രാധാന്യം അർഹിക്കുന്നതാണ്. CPI എതിർപ്പുമായി രംഗത്ത് വരുന്നതോടെ LDF മുന്നണിയിൽ കനത്ത പ്രതിസന്ധിയാണ് ഉടലെടുക്കുന്നത്. മുന്നണിയിൽ പ്രധാന കക്ഷിയായ CPIയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് പല തീരുമാനങ്ങളും CPM എടുത്തിട്ടുള്ളത്. തൃശൂർ പൂരം വിവാദങ്ങളും പാലക്കാട് ബ്രൂവറി അടക്കം പല കാര്യങ്ങളിലും അത് തെളിഞ്ഞ് കണ്ടതുമാണ്. PM-ശ്രീ വിഷയത്തിൽ ആദ്യം മുതലേ CPI തങ്ങളുടെ നിലപാട് അറിയിച്ചതാണ്. അതിനെ മറികടന്നാണ് ഇപ്പോൾ CPM ഇത് നടപ്പിലാക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കോടികളാണ് കേന്ദ്രവിഹിതമായി കിട്ടാനുള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായാൽ 1500 കോടിയിലധികം ഫണ്ട് കിട്ടുമെന്നതിനാലാണ് PM-ശ്രീയുടെ ഭാഗമാകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അത് വകുപ്പിൻ്റെ മാത്രം തീരുമാനമല്ല എന്നത് വ്യക്തമാണ്. ഈ തീരുമാനം
മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെതാണ് എന്നതാണ് ചർച്ച. കേരളം കഴിഞ്ഞ കാലങ്ങളിൽ ധൂർത്തിൻ്റെ കൂത്തരങ്ങായിരുന്നു. ഒരു നിയന്ത്രണവുമില്ലാതെ കേരളത്തിൻ്റെ കരുതൽ ധനത്തെ പോലും ബാധിക്കുന്ന ധൂർത്തിൻ്റെ ദുർഭരണകാലത്ത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പണയം കൊടുത്ത് സർക്കാരിൻ്റെ ധനകമ്മി പരിഹരിക്കാൻ വെമ്പൽ കാട്ടുമ്പോൾ ഒരു ചതിയുടെ മണമടിക്കുന്നുണ്ട്. സത്യത്തിൽ BJP RSS ചിന്താധാരയിലേക്ക് പിണറായി വഴങ്ങിക്കൊടുത്തു എന്ന് വേണം കരുതാൻ. കേന്ദ്രത്തിൻ്റെ 30 വെള്ളിക്കാശിന് CPM-നെയും കേരളത്തെയും ഒറ്റിക്കൊടുത്ത രാഷ്ട്രീയ കാലത്തെ പുതിയ യൂദാസ് എന്ന് നാളെ പിണറായിയെ കേരളം ഇകഴ്ത്തി പാടും. ജീവിതമുടനീളം ചെങ്കൊടിയേന്തി നടന്ന പിണറായി ഒരു മൂന്നാം ഊഴത്തിന് വേണ്ടി കാവിക്കൊടി അണിയാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചർച്ച. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.